നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പ് ഇന്നലെ ആരംഭിച്ചു. ആദ്യ കളിയിൽ അൽ ഹിലാൽ ഇന്റർ മയാമിയെ തോൽപ്പിച്ചു. 4-3 വിജയം. ഒരു തകർപ്പൻ മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത്. ഇനി എല്ലാ കണ്ണുകളും ഫെബ്രുവരി 2 ആ മത്സരത്തിലേക്കാണ്. അതെ, ഇന്റർ മയാമിയും അൽ നസറും തമ്മിലാണ് അന്ന് ഏറ്റുമുട്ടുന്നത്. രാത്രി ഇന്ത്യൻ സമയം 11:30 തീപ്പൊരി പോരാട്ടം. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോ മെസ്സിയും നേർക്കുനേർ വരും എന്ന പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകം. പക്ഷേ ക്രിസ്ത്യാനോയുടെ പരിക്കിൻ്റെ വിവരം എന്താണ്? പരിക്കിൻ്റെ അപ്ഡേറ്റ് എന്താണ്? ഇന്നലെയും അദ്ദേഹം അൽ നസറിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ആദ്യം എത്തിയ ആളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട് എന്നാണ് അൽ നസറിനെ ഫോളോ ചെയ്യുന്ന ട്വിറ്റർ ഹാൻഡിലുകളും മറ്റുമൊക്കെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ആദ്യം പുറത്തേക്ക് വന്ന വാർത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഗ്രൂപ്പ് ട്രെയിനിങ് ആരംഭിച്ചു എന്നാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എൻറ്റേഴ്സ് ഗ്രൂപ്പ് ട്രെയിനിങ് ടുഡേ ആഫ്റ്റർ ബീയിങ് എവേ ഫോർ ദി പാസ്റ്റ് പീരീഡ് ഡ്യൂ ടു ഇഞ്ചുറി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യൻ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങൾ അത്തരത്തിൽ റിപ്പോർട്ടൊക്കെ തന്നിരുന്നു. പക്ഷേ ഇന്നലത്തെ അൽ നസറിൻ്റെ ട്രെയിനിങ് ചിത്രങ്ങൾ വന്നതിൽ എവിടെയും നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കണ്ടിട്ടില്ല. അതുതന്നെയാണ്, അതായത് ഗ്രൂപ്പ് ട്രെയിനിങ്ങിൻ്റെ ചിത്രങ്ങളിൽ ക്രിസ്ത്യാനോയെ കണ്ടിട്ടില്ല. അതുതന്നെയാണ് ആശങ്കയുണ്ടാക്കുന്നത്. ക്രിസ്ത്യാനോയുടെ പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായില്ലെങ്കിൽ അദ്ദേഹം കളിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസവും വന്ന വാർത്ത അദ്ദേഹം പൂർണ്ണമായിട്ടും റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഗ്രൂപ്പ് ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹത്തെ ഉടനെ വിടേണ്ട എന്നുള്ളതാണ് ഡോക്ടർമാർ പ്രിഫർ ചെയ്യുന്നത് എന്നതായിരുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് ഇന്നലെ ഇങ്ങനെ വീണ്ടും ഒരു അപ്ഡേറ്റ് വരുന്നത്. അദ്ദേഹം ഓക്കെയാണ്, ട്രെയിനിങ് തുടങ്ങി എന്നൊക്കെ. പക്ഷേ ചിത്രങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സ്റ്റിൽ ഡൗട്ട്ഫുൾ ആണ് എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ മത്സരം, ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന മത്സരം എന്ന നിലയ്ക്ക് അദ്ദേഹം കുറച്ച് മിനിറ്റുകളെങ്കിലും കളിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. ഏതായാലും ഇന്നിപ്പോൾ 30-ാം തീയതിയായി. ഇനിയും 1-2 ദിവസങ്ങളാണുള്ളത്. അപ്പോഴേക്കും ക്രിസ്ത്യാനോ പൂർണ്ണ ആരോഗ്യവാനായിട്ട്, ഫിറ്റ്നസ് പൂർണ്ണമായിട്ടും വീണ്ടെടുത്ത് കളിക്കാനിറങ്ങുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ഇന്നത്തെ ട്രെയിനിങ് സെഷന് ശേഷം വരുന്ന റിപ്പോർട്ട് വളരെ ക്രൂഷ്യലായിരിക്കും. നമ്മളും അത് വെയിറ്റ് ചെയ്യുകയാണ്. ലഭ്യമായാൽ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കാം. എന്തായാലും കാത്തിരിക്കാം ക്രിസ്ത്യാനോയുടെ ആ ഒരു തിരിച്ചുവരവിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.